ഹലോ, അസ്സാം വലൈക്കും. ഞാൻ മുസിൻ പാലായി. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഇപ്പോൾ അഗത്തി ദ്വീപിലാണ്. ഇന്നലെ ഹെലികോപ്റ്റർ ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾ അഗത്തിയിൽ ലോക്കായി. പ്രോഗ്രാം വരുന്നത് കവരത്തിയിലാണ്. കവരത്തിയിലേക്ക് ഇന്ന് ഹെലികോപ്റ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമുക്ക് ഹെലികോപ്റ്റർ ക്യാൻസൽ ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഹെലികോപ്റ്റർ കിട്ടുമോ എന്നറിയില്ല, ഏതായാലും പോയി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അഗത്തി എയർപോർട്ടിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിന്റെ എല്ലാമായ അഷ്റഫ് ക. അങ്ങനെ ഞങ്ങൾ അഗത്തി എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുകയാണ് ഇവർ. വെരിഫിക്കേഷൻ പൂർത്തിയായതിനു ശേഷം ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഹെലികോപ്റ്ററിൽ കയറാനുള്ള പൊലിവിൽ ഞാൻ എന്നെ തന്നെ അല്പനേരം നോക്കി നിന്ന് തമ്പിച്ചു പോയി. ഇവരുടെ ചെക്കിംഗ് സമയത്ത് എൻ്റെ ഇരുകരങ്ങളെയും അവർ വിമാനച്ചിറകുകൾ കണക്കെ വിടർത്തി വെച്ചു. അകത്ത് പ്രവേശിച്ചപ്പോൾ ഒരു ചായ കുടിക്കാൻ ഒരാഗ്രഹം. വാങ്ങിയതിന് ശേഷമാണ് ബില്ല് തന്നത്. ഒരു ചായക്ക് 100 രൂപ. ചെമ്പിലാണോ ചായ കുടിക്കുന്നോ എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു. കാത്തിരിപ്പുകൾക്ക് ശമനം. അൽഹംദുലില്ലാ, ഹെലികോപ്റ്റർ നമ്മളിലേക്ക് വന്നെത്തി. താതുമാരോടൊന്നിച്ച് ഞാനും മെല്ലെ ഹെലികോപ്റ്ററിലേക്ക് നടന്നു നീങ്ങി. എന്താ കാറ്റ്! ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി വീട്ടിൽ വെക്കണം. എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിലടക്കി പിടിച്ച് ഞാനും മെല്ലെ ഹെലികോപ്റ്ററിലേക്ക്. ഉസ്താദുമാരൊക്കെ ആദ്യമേ കയറി. അടുത്ത ഊഴം എൻ്റേതാണ്. ഞാനും മന്ദം ഹെലികോപ്റ്ററിലേക്ക് എൻ്റെ ചുവടുകൾ പതിച്ചു. ഉസ്താദുമാരുടെ പിന്നിലായി നമ്മളും അണിനിരന്നു. പൈലറ്റ് വന്ന് ഡോറുകളെല്ലാം കൃത്യമായി പരിശോധന നടത്തി. ഹെലികോപ്റ്റർ പതുക്കെ വാനിലേക്ക് ഉയരാൻ തുടങ്ങി. അഗത്തി ദ്വീപിനോട് തൽക്കാലം വിട വാങ്ങി നമ്മൾ പറക്കാൻ തുടങ്ങി. വയറിനകത്ത് നിന്ന് സാധാരണ ഇല്ലാത്ത എന്തോ ഒരു ചലനങ്ങൾ സംഭവിക്കുന്ന പോലെ. ഈ കാണുന്നവരല്ലേ എൻ്റെ അടുത്തിരിക്കുന്നത് എന്ന മട്ടിൽ അദ്ദേഹം ഉസ്താദിനെ ഒരു നോട്ടം. ഒലിവുകൾ പറഞ്ഞറിയിക്കാനാവാത്ത വിധം എൻ്റെ ആക്ഷനുകൾ പലവിധമായിരുന്നു ഗൈസ്. നമുക്ക് പേരറിയാത്ത പല ദ്വീപിലും പാദസ്പർശം ഏറ്റിട്ടില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം കൊണ്ട് വരവറിയിച്ചു. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയിൽ അൽഹംദുലില്ലാ സേഫായി ലാൻഡ് ചെയ്തു. നമ്മുടെ ഉസ്താദുമാരെ സ്വീകരിക്കുന്നതിനു വേണ്ടി കവരത്തിയിലെ ജനങ്ങൾ നേരത്തെ എത്തിച്ചേർന്നിരുന്നു. അതിവിപുലമായ സ്വീകരണമായിരുന്നു അത്. ആദ്യം തന്നെ ദേശീയ പാനീയമായ കരിക്ക്. പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. കിടിലൻ വ്യൂ ആണ്. നേരെ ഇപ്പുറത്തെ സൈഡിൽ നല്ല പേരമരം. അങ്ങനെ ഒരു പേരക്കയും കിട്ടി. അടുത്ത നമ്മുടെ കോമ്പറ്റീഷൻ ഭക്ഷണം കഴിക്കലാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദ്വീപുകാർ അതികേമമാണ്. ഭക്ഷണശേഷം ഇവിടുത്തെ ഈസ്റ്റേൺ ബോട്ട് ജെട്ടി കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. കവരത്തിയുടെ മനോഹാരിതയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റടിച്ചിട്ട് ഞാനും എൻ്റെ തൊപ്പിയടക്കം പാറിപ്പോകുന്ന നിലയിലാണുള്ളത്. പിന്നെ ഞാൻ എൻ്റെ വർക്കിലേക്ക് പ്രവേശിച്ചു. പ്രതീക്ഷിതമായി പരിപാടിയിലേക്ക് പുതിയൊരു ഗസ്റ്റ് കൂടി കടന്നു വന്നു. ആരാണത് ഗൈസ്? വർക്കിന്റെ ഇടയിൽ നമുക്ക് നല്ല കൂൾ ഡ്രിങ്ക്സ് ലഭിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ കാണാം.